ഈ പറയുന്ന 6 ദിക്റുകൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റ ഇരുപ്പിൽ നിങ്ങൾ ചൊല്ലി തീർത്താൽ നാളെ ഉണരുന്നതിന് മുമ്പ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുക. സന്തോഷത്തിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടുമെന്ന് മഹാരഥന്മാർ ഉറപ്പിച്ചു പറഞ്ഞ മുജറബായ അമലായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുത ഇൻഷാ അല്ലാഹ് നമ്മളത് പറയാം. ഒന്നാമത്തത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര വട്ടം? 33 വട്ടം ചൊല്ലി. അതിനുശേഷം രണ്ടാമത്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് നമ്മൾ ചിലപ്പോഴും ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹ് വേറെ, അൽഹംദുലില്ലാഹ് വേറെ, അല്ലാഹു അക്ബർ വേറെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറെ, അങ്ങനെ പലതായിട്ടാണ് ചൊല്ലുന്നത്. അങ്ങനെയല്ല, ഒറ്റ ഇതായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എത്ര വട്ടം? 33 വട്ടം. രണ്ടെണ്ണം ആയില്ലേ? മൂന്നാമത്തത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രച്ചോനെ, നീയല്ലാതെ ഒരു കഴിവുമില്ല, നീയാണില്ല. അപ്പൊ എത്ര എണ്ണമായി? 3 എണ്ണം. നാലാമത് 33 തവണ ചൊല്ലാണ്. നാലാമത്തെ ദിക്ർ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഏറെ അജബ് നിറഞ്ഞ അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. എത്ര വട്ടം? 33 വട്ടം. അപ്പൊ എത്ര എണ്ണമായി? എണ്ണം ഉണ്ടോ മനുഷ്യരെ? 4 എണ്ണമായില്ലേ? അഞ്ചാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് എത്ര വട്ടം? 33 വട്ടം. 5 എണ്ണമായി. ആറാമത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ 6 ദിക്റുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിത് പലപ്പോഴും പല സമയത്തും പല എണ്ണത്തിൽ 11 ചൊല്ലുന്നവർ, 10 എണ്ണം ചൊല്ലുന്നവർ, 3 എണ്ണം ചൊല്ലുന്നവർ, ഈ 33 എണ്ണം നമുക്കറിയില്ല, ഇല്ലേ? എന്നാൽ ചൊല്ലിക്കോളിൻ ഈ 6 ദിക്ർ ഏതൊക്കെയാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ 6 ദിക്ർ നമ്മൾ 33 വട്ടം ചൊല്ലിയതിനു ശേഷം നമ്മൾ അവസാനം ഈ 6 എണ്ണം ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു സ്വലാത്തുൽ ഫാത്തിഹ, അത് നമ്മൾ അറിയാലോ. അത് ആ സ്വലാത്ത് 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. 3 സ്വലാത്തുൽ ഫാത്തിഹ. അതാണ് ആ സ്വലാത്ത്. അതാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വ മിഖ്ദാരിഹിൽ അലീം. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വ മിഖ്ദാരിഹിൽ അലീം. ഇത് 3 വട്ടം ചൊല്ലിയിട്ട് അള്ളാന്റെ ദർബാറിൽ അള്ളാഹ് നീ എനിക്ക് ഉത്തരം തരും എന്ന പ്രതീക്ഷയോടെ, ഉറപ്പോടെ ഉമ്മമാരെ, പെങ്ങന്മാരെ, പാപ്പമാരെ, സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ഒളവോടുകൂടി ആ കിടക്കപ്പായിലേക്ക് വന്ന് ഉറക്കത്തിൽ പാലിക്കേണ്ട മര്യാദകളും ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കോളിൻ. ഇൻഷാ അല്ലാഹ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, സലഫുസ് സ്വാലിഹീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ പകലിൽ അത് അല്ലാഹു അതിന്റെ വഴികൾ തുറന്നു തരാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ദിക്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് സങ്കടങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, ആവലാദികളും വേവലാദികളാത്ത ഒരാളും ഉണ്ടാവൂല. എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാണ്. ഇതൊരു വല്ല ഒറ്റമൂലിയാണ്. ഇത് നടക്കുമെന്ന് ഉറപ്പിച്ച് മഹാന്മാർ പറഞ്ഞതാണ്. പലരോടും ഈ വിനീതൻ പറഞ്ഞു കൊടുത്തപ്പോ ഉസ്താദേ ഞങ്ങളത് ചെയ്തു, അതിന് ബലം കണ്ടു എന്ന് പലരും അനുഭവം നേരിട്ട് പറഞ്ഞൊരു അമലും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യൻ. ഇത് പതിവായി
പതിവാക്കിക്കോളി, മുറുകെ പിടിച്ചോളി. ജീവിതത്തിൽ ഉയർച്ചയല്ലാതെ മറ്റൊന്നും ഉണ്ടാകൂല. വളരെ ചുരുങ്ങിയ സമയം മതിയല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.